ഇവാഞ്ചൽ മിനിസ്ട്രീസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്ന തിരുവചനം. ഇന്ന് നമ്മോട് ദൈവവചനത്തിൽ നിന്ന് സംസാരിക്കുന്നത് സുവിശേഷകൻ ജെയിംസ് എം തോമസ് നെടുമ്പാശ്ശേരി. പ്രാർത്ഥനയോടെ ശ്രദ്ധിച്ചാലും. എൽക്കാനയുടെയും ഹന്നായുടെയും ആദ്യജാതനായ ശമൂവേലിനെ കുറിച്ച് ശമൂവേലിൻ്റെ 1-ാം പുസ്തകം 2-ാം അധ്യായത്തിലെ അനുഗ്രഹീത പരാമർശങ്ങളാണ് നാം ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. നാം ഒടുവിലായിട്ട് ഓർത്തത് യഹോവയെ ശുശ്രൂഷിച്ച് വളർന്ന ശമൂവേൽ ബാലനെക്കുറിച്ചാണ്. 11-ാം വാക്യത്തിലും 18-ാം വാക്യത്തിലും ശമൂവേലിൻ്റെ 1-ാം പുസ്തകം 2-ാം അധ്യായത്തിൽ ഈ കാര്യം നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണുവാൻ കഴിയുന്നതാണ്. അങ്ങ് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് ഇവാഞ്ചൽ മിനിസ്ട്രീസ് ക്രമീകരിക്കുന്ന തിരുവചനം എന്ന വചന പഠന പരമ്പരയാണ്. പ്രസ്തുത പഠനത്തെ അധികരിച്ചുള്ള 23-ാമത്തെ എപ്പിസോഡിലേക്ക് ഹൃദയപൂർവ്വം അങ്ങേ സ്വാഗതം ചെയ്യുകയാണ്. നാം ഇന്ന് തുടർന്ന് ഓർക്കാനായിട്ട് പോകുന്നത് 2-ാം അധ്യായം ശമൂവേലിൻ്റെ 1-ാം പുസ്തകത്തിൽ നമുക്ക് ശമൂവേലിനെ കുറിച്ചുള്ള അനുഗ്രഹീതമായ മറ്റൊരു പരാമർശമാണ്. 2-ാം അധ്യായം ശമൂവേലിൻ്റെ 1-ാം പുസ്തകം 26-ാം വാക്യം ഞാൻ അങ്ങേ വായിച്ച് കേൾപ്പിക്കാം. ശമൂവേൽ ബാലനോ വളരും തോറും യഹോവയ്ക്കും മനുഷ്യനും പ്രീതിയുള്ളവനായി വളർന്നു. ഇത് എത്ര അനുഗ്രഹീതമായ ഒരു പരാമർശമാണ്. അനേക കുഞ്ഞുങ്ങളെക്കുറിച്ച് ഇത് പറയുവാൻ കഴിയുമോ എന്നുള്ളത് വളരെ ചിന്തിക്കേണ്ടുന്നൊരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. എന്നാൽ ദൈവമക്കൾക്ക് ഇത് സാധിക്കും. കർത്താവിനെ അറിയാനായിട്ട് ഹൃദയം ചായ്ച്ചാൽ, മാതാപിതാക്കന്മാരും കുഞ്ഞുങ്ങളും ദൈവത്തെ ഹൃദയപൂർവ്വം സ്നേഹിച്ചാൽ ദൈവത്തിനും മനുഷ്യർക്കും പ്രീതിയുള്ളവരായി വളർന്നു വരാനായിട്ട് തീർച്ചയായും കഴിയും. ദൈവത്തിൻ്റെ വചനം നമുക്ക് ചെയ്യാൻ കഴിയാത്തതൊന്നും ആവശ്യപ്പെടുകയില്ല. എന്നാൽ ഓർമ്മപ്പെടുത്തട്ടെ, അതൊന്നും നമ്മുടെ കഴിവ് കൊണ്ട് നടക്കുകയില്ല. ദൈവകൃപയ്ക്ക് വിധേയപ്പെട്ടാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ദൈവവചനപ്രകാരം ജീവിപ്പാനായിട്ട് നമ്മളെ സഹായിക്കും എന്നുള്ളതിന് തിരുവചനത്തിൽ എത്രയോ ഉദാഹരണങ്ങളുണ്ട്. യാതൊരു സംശയവുമില്ലാതെ നമുക്ക് അക്കാര്യം പറയാനായിട്ട് സാധിക്കുന്ന വിഷയമാണ്. ഞാൻ ഒരിക്കലൂടെ വായിക്കട്ടെ ശമൂവേൽ ബാലൻ്റെ അനുഗ്രഹീതമായ മറ്റൊരു പരാമർശം. എന്താണത്? ശമൂവേൽ ബാലനോ വളരുംതോറും യഹോവയ്ക്കും മനുഷ്യർക്കും പ്രീതിയുള്ളവനായി വളർന്നു എന്നുള്ളതാണ്. ഞാനതിനെ ഇങ്ങനെ പറയാനായിട്ട് ആഗ്രഹിക്കുക. മനുഷ്യർക്ക് പ്രീതി ഉണ്ടാകണമെങ്കിൽ പുറമെയുള്ള ജീവിതം പ്രധാനമായും ശരിയായിട്ടുള്ളതായിരിക്കണം. കാരണം മനുഷ്യൻ കണ്ണിന് കാണുന്നതാണ് നോക്കുന്നത്. കണ്ണിന് കാണുമ്പോൾ ഒരു വ്യക്തി എങ്ങനെയാണോ അങ്ങനെ മനുഷ്യർ അവനെ വിലയിരുത്തും. ഇവിടെ ഇതാ ശമൂവേൽ ബാലനെ സംബന്ധിച്ച് അവൻ വളർന്നു വന്ന പശ്ചാത്തലങ്ങളെല്ലാം ദൈവാലയത്തിൻ്റെ ചുറ്റും നടക്കുന്ന പല വേണ്ടാത്ത കാര്യങ്ങൾ അവൻ കണ്ടു വളരുമ്പോഴും അവനെ സംബന്ധിച്ച് ജനത്തിനൊന്നറിയാമായിരുന്നു. ആ ബാലൻ മനുഷ്യരുടെ മുൻപാകെ നേരോടെ അവന് കിട്ടിയ കൃപയ്ക്കനുസരിച്ച് ആ ചെറിയ പൈതൽ ജീവിച്ചു എന്നുള്ളത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പരസ്യമായ ജീവിതം മറ്റുള്ളവരുടെ പ്രീതി നമ്മളിലേക്ക് എത്തുവാൻ മുഖാന്തരമായി തീരും. നമ്മുടെ ജീവിതത്തിൽ ഒരു ദൈവ പൈതൽ എന്ന നിലയിൽ തീർച്ചയായിട്ടും പരസ്യ ജീവിതത്തിന് ഏറെ പ്രാധാന്യമുണ്ട്. ഒരു ചിലരെങ്കിലും ഇങ്ങനെ പറയാറുണ്ട്, മറ്റുള്ളവർ എന്നെക്കുറിച്ച് എന്തു വിചാരിച്ചാലും കുഴപ്പമില്ല എന്ന്. അത് തെറ്റായിട്ടുള്ള ചിന്താഗതിയാണ്. മനുഷ്യനെ ശങ്കിക്കുകയും ദൈവത്തെ ഭയപ്പെടുകയും വേണം. അത് തന്നെയുമല്ല, മനുഷ്യർക്കും പ്രീതിയുള്ളവരായി തീരുവാൻ കുഞ്ഞുങ്ങളെക്കുറിച്ചും ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. അതിന് പരസ്യമായ ജീവിതത്തിൽ ക്രമീകരിക്കേണ്ടത് ക്രമീകരിച്ചെങ്കിലേ കഴിയുകയുള്ളൂ. അത് നമ്മുടെ പരസ്യമായ സാക്ഷ്യത്തോട് ബന്ധപ്പെട്ടുള്ള പരാമർശമാണ്. എന്നാൽ ഇവിടെ ഇതാ യഹോവയ്ക്കും പ്രീതിയുള്ളവനായി വളർന്നു. അതിന് പരസ്യജീവിതവും ശരിയാകണം. അതുപോലെ തന്നെ ഹൃദയത്തിൻ്റെ അകത്തെ എല്ലാ കാര്യങ്ങളും രഹസ്യജീവിതവും ശരിയാകണം എന്നുള്ളത് ദൈവമുൻപാകെ ഓർമ്മപ്പെടുത്തട്ടെ. ഹൃദയങ്ങളെ അറിയുന്ന
നിരൂപണങ്ങളെ ദൂരെ നിന്ന് ഗ്രഹിക്കുന്ന, നമ്മുടെ ഹൃദയങ്ങളെ തൂക്കി നോക്കുന്ന സ്വർഗത്തിലെ സർവജ്ഞാനിയായ ദൈവത്തിൻ്റെ മുൻപിൽ നാം നേരെ ചൊവ്വേ ജീവിച്ചെങ്കിൽ മാത്രമേ ദൈവത്തിൻ്റെ പ്രീതി നമുക്ക് ലഭിക്കുകയുള്ളൂ. മനുഷ്യനെ പ്രീതിപ്പെടുത്തുവാൻ പുറമെയുള്ളത് മതിയാകും. എന്നാൽ ദൈവത്തിൻ്റെ പ്രീതി ലഭിക്കണമെങ്കിൽ പുറമെയുള്ളത് മാത്രം പോരാ, അകമയുള്ളതും ശരിയാക്കേണ്ടെന്ന് ആവശ്യമുണ്ട്. അതിനെന്താണ് സംഭവിക്കേണ്ടത്? പ്രധാനമായിട്ട് ഞാനിങ്ങനെ പറയട്ടെ. അതിനാദ്യമായിട്ട് ഒരുവൻ യേശുക്രിസ്തുവിൻ്റെ വകയായിട്ട് തീരണം. പാപത്തിൻ്റെ ജീവിതത്തോട് വിട പറയണം. യേശുക്രിസ്തുവിൻ്റെ രക്തത്താലുള്ള കഴുകൽ പ്രാപിക്കണം. അർത്ഥാൽ ഞാൻ പാപിയാണെന്നും എൻ്റെ പാപങ്ങളെ ക്ഷമിപ്പാൻ യേശു മരിച്ചുവെന്നും സമ്മതിച്ചുകൊണ്ട് യേശുക്രിസ്തുവിലൂടെയുള്ള ആത്മരക്ഷ പ്രാപിക്കണം. കർത്താവ് മാത്രമാണ് ഏകരക്ഷിതാവെന്നും ഏക ദൈവമെന്നും വീണ്ടെടുപ്പുകാരെന്നും സമ്മതിച്ച് ക്രിസ്തുവിനെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കണം. കർത്താവേ, എൻ്റെ ഹൃദയത്തിലേക്ക് വരണമേ എന്ന് ഹൃദയപൂർവ്വം പറയണം. അങ്ങനെ പറയുമ്പോൾ ദൈവത്തിൻ്റെ പ്രീതി നമുക്ക് ലഭിക്കും. നമ്മുടെ രഹസ്യ പരസ്യ ജീവിതങ്ങളെ ശരിയാക്കുന്ന ദൈവശക്തി നമ്മളിൽ വ്യാപരിക്കും. വിശ്വാസികളോട് ഞാനിങ്ങനെ ഓർമ്മപ്പെടുത്തട്ടെ, രഹസ്യ പരസ്യ ജീവിതങ്ങൾ ശരിയാക്കണമെങ്കിൽ ദൈവകൃപയ്ക്ക് വിധേയപ്പെടണം. വിശുദ്ധ തിരുവെഴുത്തിൻ്റെ ദൈവം തരുന്ന കാര്യങ്ങളോട് വിധേയത്വം പ്രഖ്യാപിക്കണം. പരിശുദ്ധാത്മാവിന് കീഴടങ്ങണം. ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ദൈവത്തെ പ്രസാദിപ്പിക്കുക എന്നുള്ള അനുഗ്രഹീതമായ ആത്മീക നിലവാരത്തിലേക്ക് ഒരുവൾ ഉയരേണ്ടതായിട്ടുണ്ട്. ഇവിടെ ഇതാ ചെറിയ പ്രായമായിട്ട് പോലും അവന് ലഭിച്ച ആ ചെറിയ ബോധ്യങ്ങളെ മുറുകെ പിടിച്ചതുകൊണ്ട് അവൻ ദൈവത്തിനും മനുഷ്യർക്കും പ്രീതിയുള്ളവനായി വളർന്നു. അർത്ഥാൽ അവൻ്റെ രഹസ്യ പരസ്യ ജീവിതങ്ങൾ ഏറ്റവും അനുഗ്രഹീതമായി തീർന്നു. എന്നെ ശ്രദ്ധിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരോടും വളരെ വ്യക്തമായി ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ, നിങ്ങളുടെ ജീവിതം എങ്ങനെയുണ്ട്? ദൈവത്തിന് പ്രീതിയുള്ളവനാണോ? ദൈവത്തിന് പ്രീതിയുള്ളവളാണോ? മനുഷ്യരുടെ മുൻപാകെ പരസ്യ ജീവിതത്തിൽ അരുതായ്മകൾ വല്ലതും വന്നിട്ടുണ്ടെങ്കിൽ അത് ഞാൻ അറിഞ്ഞില്ല എന്ന മട്ടിലുള്ള ജീവിതത്തെ മാറ്റിവെച്ച് ദൈവകൃപയ്ക്ക് വിധേയപ്പെട്ടുകൊണ്ട് ശരിയായിട്ട് ജീവിക്കാനായിട്ട് തീരുമാനമെടുക്കണം. തെറ്റുകളെ തിരുത്തുവാൻ ദൈവം തമ്പുരാൻ തരുന്ന അവസരങ്ങളെ വിനിയോഗിക്കാതെ ഇരുന്നാൽ തീർച്ചയായിട്ടും ജീവിതം വെളിപ്പെടുന്ന ഒരു ദിവസം വരും എന്നുള്ളത് പറയാതിരിപ്പാൻ നിർവാഹമില്ല. ഇവിടെ ഇതാ ശമൂവേൽ ബാലൻ്റെ കാര്യം ദൈവത്തിൻ്റെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയെങ്കിൽ സ്വർഗത്തിൽ നമ്മുടെ ജീവിതങ്ങളെ രേഖപ്പെടുത്തുന്ന രേഖകൾ ദൈവം തയ്യാറാക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തെക്കുറിച്ചുള്ള ശരിയായ ബോധ്യത്തിലേക്ക് വരുമ്പോൾ ദൈവകൃപയ്ക്ക് വിധേയപ്പെടുവാനും എൻ്റെ ദൈവമേ, ഞാൻ ദൈവത്തിനും മനുഷ്യർക്കും പ്രീതിയുള്ളവളായി ജീവിപ്പാൻ കൃപ തരണമേ എന്ന് പ്രാർത്ഥിപ്പാനും സാധിക്കും. അതിനായിട്ട് സ്വർഗത്തിലെ തമ്പുരാൻ ധാരാളം കൃപ തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു. ദൈവം അങ്ങേ അനുഗ്രഹിക്കട്ടെ. ഈ സന്ദേശം ശ്രദ്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്തൃനാമത്തിൽ നന്ദി. ബൈബിൾ കറസ്പോണ്ടൻസ് കോഴ്സിൽ ചേർന്ന് പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവർ മേൽവിലാസം അയച്ചു തന്നാലും പ്രാർത്ഥനാ വിഷയങ്ങളും അറിയിക്കുമല്ലോ.